ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിലല്ല. അരയിഞ്ച് കനത്തിന് പുട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം. ഫിൽറ്റർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഒരു വ്യക്തിയുടെ സൗന്ദര്യം ആന്തരികമായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ആന്തരിക സൗന്ദര്യം തീർച്ചയായിട്ടും അക്ബറിനുണ്ട്. അത് നൂറേക്കാൾ, ലക്ഷ്മിയേക്കാൾ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനേക്കാൾ, അനിമോളേക്കാൾ, അവിടെ ഉള്ളവരെക്കാൾ പലരെക്കാളും സൗന്ദര്യം അക്ബറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അക്ബറിൻ്റെ PR ഒന്നുമല്ല, അക്ബറിന് വേണ്ടി പറയുന്നുമല്ല. പക്ഷേ ഒരാളിൻ്റെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിഹത്യ നടത്തുമ്പോൾ അതെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. അക്ബറിൻ്റെ സൗന്ദര്യം, ഏറ്റവും മനോഹരമായ സൗന്ദര്യം ഞാൻ കണ്ടത് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ലാലേട്ടനോട് എതിർത്ത് സംസാരിക്കാതെയും ലാലേട്ടൻ സംസാരിച്ചപ്പോൾ അത് അനുസരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ എനിക്ക് ടച്ച് ചെയ്തത് അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ വാൺ ചെയ്തപ്പം നീ ഒതുങ്ങ് അടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായി അവൻ ഫോളോ ചെയ്യുകയും അനുസരിക്കുകയും ചെയ്തു. ഉമ്മയെ അനുസരിക്കുന്ന ഒരു മകനാണ്, വാപ്പയെ അനുസരിക്കുന്ന ഒരു മകനാണ് അക്ബർ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവിടെ കളിക്കുന്നത് നീതിപൂർവമായി തന്നെയാണ് കളിക്കുന്നത്. പലരും പുള്ളിയെ കള്ളനാക്കിയും അല്ലെങ്കിൽ പല രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അക്ബർ വിജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല പാട്ടുകാരനാണ്, നല്ല ഗെയിമറാണ്, നല്ല പെരുമാറ്റമാണ്, ഇതൊക്കെ ആണ്. പക്ഷെ ഗെയിമിന്റെ ഭാഗത്തായിട്ട് അക്ബർ ചിലപ്പം പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ചേക്കാം. അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അത് സ്ട്രാറ്റജി ഉപയോഗിക്കാത്ത ആരും അവിടെ ഇല്ല. പക്ഷെ അക്ബർ മോശമായി ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ അതുപോലെ തന്നെ അങ്ങോട്ട് പോയി ആക്രമിക്കുകയോ ആരുടെയെങ്കിലും വീട്ടിലിരിക്കുന്നവരെ അനാവശ്യം വിളിക്കുകയോ ഇങ്ങനെയൊന്നും അക്ബർ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്ക് അനീഷിനെ വളരെ ഇഷ്ടമാണ്, അനിമോളെ ഇഷ്ടമാണ്, എല്ലാവരും എനിക്കിഷ്ടമാണ്. പക്ഷേ അക്ബറിൻ്റെ സൗന്ദര്യത്തെ മോശമാക്കി പറഞ്ഞ നൂറയുടെ ആ വാക്കുകളും പിന്നെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമേ അല്ല. അത് ഇഷ്ടമല്ലാതായിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, പുറത്തെ തൊലിയുടെയോ മുഖത്തിൻ്റെ സൗന്ദര്യമോ കണ്ടുകൊണ്ട് അവരെ കുറ്റം പറയരുത്. അതിനെതിരെയാണ് ഞാൻ ഈ പ്രവർത്തിച്ചത്. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ ലവ് യു ഓൾ. താങ്ക് യു.